ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 പാറ്റേൺ പേപ്പറിൻ്റെ ഐഡിയ കാണിച്ചു തരാം. അതാണെങ്കിൽ 4 നല്ല സിമ്പിളും ക്യൂട്ടും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ പേപ്പേഴ്സ് ഐഡിയയാണ്. പുതിയ ബ്രഷ് പെൻസൊക്കെ മേടിച്ചിട്ട് അത് വെച്ച് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഉച്ചയ്ക്ക് ഒരു കമൻറ്റ് കണ്ടത്, ചേച്ചി പാറ്റേൺ പേപ്പേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ആ കമൻറ്റ് കണ്ടപ്പോൾ അപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത്, പിന്നെന്താ ബ്രഷ് പെന്നല്ലേ കയ്യിലിരിക്കണത്, നമുക്ക് സെറ്റാക്കാം, അങ്ങനെ ഇരുന്ന്. എന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഓർത്ത് നമുക്ക് പിങ്ക് വെച്ച് അധികം ചെയ്യണ്ട, വേറെ ഏതെങ്കിലും കളറൊക്കെ പിടിക്കാമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു തന്നാലും ലാസ്റ്റ് നമ്മൾ പിങ്കിൽ തന്നെ പിടിക്കുകയുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് 4 പാറ്റേൺ പേപ്പേഴ്സ് കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കളർ ഏതാണെന്ന്. ഇനി കാണിക്കാൻ പോണ പാറ്റേൺ പേപ്പർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്തതില്ലേ. ഇതാണെങ്കിലുണ്ടല്ല, ഇതിൻ്റെ റെഫറൻസ് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന പാറ്റേൺ പേപ്പർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓർത്ത് നമ്മളൊക്കെ ചെയ്തു വരുമ്പോൾ അതുവരെ ഒന്നും ആവേദില്ല, പ്രിൻ്റ് എടുക്കുന്ന അത്ര അടിപൊളിയാവില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ചെയ്തെന്നപ്പോൾ ശരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, എല്ലാം ബ്രഷ് പെന്നിൻ്റെ കഴിവ്. പിന്നെ നിങ്ങൾക്ക് ഏത് പാറ്റേൺ പേപ്പറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയാൻ മറക്കണ്ട. അപ്പം നമുക്കറിയാലോ ഏത് പാറ്റേൺ പേപ്പറിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന്. പിന്നെ ഇതേപോലെ ബ്രഷ് പെൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ അടിപൊളി ഐഡിയാസും കമൻറ്റ് ഇട്ടോ, നമുക്ക് അതൊക്കെ എല്ലാം അങ്ങ് ചെയ്ത് സെറ്റാക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് ചെയ്യൂലേ. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ബയോയിലെ ചാനലിലെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അവിടെ കയറിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ ചോദിച്ചാൽ ആരാന്നറിയണ്ടേ, ഈ കുട്ടിയാണ് ചോദിച്ചത്.